18 വർഷമായിട്ട് ഒരു ടീമിന്റെ തന്നെ ഭാഗമായി ഇങ്ങനെ തുടരുക. താൻ എത്ര നന്നായി കളിച്ചിട്ടും ടീം കപ്പിലേക്ക് മാത്രം എത്താൻ കഴിയുന്നില്ല. എന്തൊക്കെയോ തടസ്സം. അതിപ്പോൾ നിർഭാഗ്യമാണോ അതോ ടീമിന്റെ ഒത്തിണക്കമില്ലായ്മയാണോ, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കപ്പ് മാത്രം കിട്ടുന്നില്ല. എന്നിട്ടും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിരാട് കോഹ്ലിയെ പോലെ ഒരാൾ ഞാനിത് ഓപ്ഷനിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPL ചരിത്രത്തിലെ ഇതുവരെ നമ്മൾ കേട്ട കോടികളുടെ കണക്കൊക്കെ എന്നോ തകർന്നു പോയാനെ. ക്ലബ്ബുകൾ ക്യൂ നിൽക്കും വിരാട് കോഹ്ലിക്ക് വേണ്ടി. പക്ഷേ പുള്ളി അതിനൊന്നും നിന്നില്ല. ഈ ടീം വിജയിക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനൊരു അവസാനം വന്നിരിക്കുകയാണ്. ഇന്നലെ പഞ്ചാബ് കിങ്സ് 6 റൺസിന് തോപ്പിച്ചുകൊണ്ട് RCB അങ്ങനെ ആദ്യമായി IPL കിരീടം ചൂണ്ടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സന്തോഷം. കാരണം ഈ ഫൈനൽ കളിച്ച 2 ടീമിനെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ടീമാണ്. പഞ്ചാബ് കിങ്സ് 11 ആലോചിക്കുമ്പോൾ കിട്ടിലൻ ക്യാപ്റ്റൻ പ്ലസ് അവരുടെ പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് അതിലെ ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ്, പ്രിയാൻ ഷാരിയ, പ്രഭ് സിമ്രാൻ, ശശാങ്ക് സിംഗ്, എന്നാ പ്ലേയേഴ്സാണ്. വരും കാലങ്ങളിൽ അവരെ തീർച്ചയായും ഇന്ത്യൻ കളറിൽ നമുക്ക് കാണാൻ കഴിയും, അത് ഉറപ്പാണ്. അങ്ങനെ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സിൽ. പക്ഷേ എന്നാലും RCB കപ്പടിക്കണമെന്നാണ് ഒരാഗ്രഹം. അതിപ്പോൾ നിങ്ങൾ ഏതൊരു ടീമിൻ്റെ ഫാനാണെങ്കിലും ഇന്നലെ RCB ജയിക്കണമെന്ന് മാത്രമേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. കാരണം വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ കാണുമ്പോൾ അതിനകത്ത് IPL കിരീടം മാത്രമില്ല. ബാക്കി 2020 വേൾഡ് കപ്പ് ഉണ്ട്, നമ്മുടെ വൺ ഡേ വേൾഡ് കപ്പ് ഉണ്ട്, ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്. IPL മാത്രം ഇല്ലാത്തത് ഒരു രസമില്ലായിരുന്നു. അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. RCBയുടെ ക്യാപ്റ്റനും സഹകളിക്കാരൊക്കെ പറഞ്ഞത്, ഞങ്ങൾ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ടാണ് ഈ സീസൺ കളിക്കുന്നത്, പോരാടുന്നത്, കപ്പ് നേടിയത്.